ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഇതിലാവളെന്തി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞങ്ങൾ ചേച്ചിയുടെയൊക്കെ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ മരുമോളെ അങ്ങോട്ട് അവരുടെ വീട്ടിലോട്ട് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. പിന്നെ എന്തൊക്കെയുണ്ട്, ഇന്നലത്തെ ഡാൻസ് മേളം ഒത്തിരി ഉണ്ടായിരുന്നു കൂട്ടുകാരെ. പക്ഷേ പിള്ളേർ വീഡിയോ എടുത്തില്ല, ഞാനും പോയില്ലല്ലോ. അങ്ങനെ ആ ഡാൻസിനിടയ്ക്ക് ഫോണൊക്കെ തറയിൽ പോയി പൊട്ടിയെന്ന്. ഭയങ്കര ഡാൻസായിരുന്നു നാത്തൂനും കൂടെ കേട്ടോ. മൽബറിക്ക ഇതിന് മധുരം കുറവാണ്, ഇതിന് പുളിയാ. ചില നല്ല മധുരമാണ്. ആ നമ്മൾ പറിച്ച് അതെനിക്കൊന്ന് ബഡാന്ന് തോന്നുന്നു. അത് വലിയ ഇതുവാണ്, അത് നല്ല ടേസ്റ്റ് കൊണ്ട്. ഇത് ഇങ്ങനത്തെ വിൽക്കാനും ഉണ്ട് ഇപ്പം. എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. ഈ ഫോണിലൊന്ന് അടിച്ച് നോക്കാം, അപ്പം അറിയാം. അപ്പം അങ്ങനെ നമ്മൾ ചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് പോവുകയാണ്. ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ വീട് മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഇങ്ങനെ താപ്പോട്ട് ഇറങ്ങണം. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ ദേ പുറകെ വരുന്ന കണ്ടോ, അതാണ് നമ്മുടെ പെട്ടിയോട്ട നമ്മൾ സാധനം കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ദേ ഈ ഭാഗത്ത് ആ വാഴയൊക്കെ നിൽക്കുന്ന ഭാഗത്തുണ്ടല്ലോ, ഏട്ടനാണ് അവിടെ സൈഡ് കല്ലൊക്കെ കെട്ടി, മതിലിൻ്റെ തൊട്ടപ്പുറത്ത് കല്ലൊക്കെ കെട്ടിയൊക്കെ നേരത്തെ അവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ ഈ ഇടവഴി അങ്ങനെ അങ്ങോട്ട് പോകണം ചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ടെ. ഓട്ടയും പുറകെ വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള അണ്ണനാണ്. എന്താ പറയുക, എന്നെ ചെറുതിലെ തൊട്ടെന്നെ അറിയുന്നതാണ്. ചെറുതിലെന്ന് പറഞ്ഞൊരു 10 വയസ്സ്, 5-6 വയസ്സ്, 10 വയസ്സിനകത്ത് 10 വയസ്സ് തൊട്ടൊക്കെ അറിയുന്നതാണ്. അപ്പം നമ്മൾ ഏതൊക്കെയെന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കും, നമ്മളെ അറിയുകയും ചെയ്യുന്നതാണ്. വിശക്കുന്നതെല്ലാം തിന്നാൻ തരണേ. ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഉത്സവം ആയിക്കൊണ്ട് നിൽക്കും. അവിടെ അരിയെല്ലാം അടപ്പിട്ട് ചാടിയത്. ചേച്ചി പറഞ്ഞ കേട്ടോ, ഇവിടെ നിന്ന് പണിയുണ്ട്, നീ ഇവിടെ നിൽക്കാനെന്ന്. നമ്മുടെ അടുത്ത് ഉത്സവം ഇല്ലേ എന്നാ. അമ്മമാർക്ക് പഠിക്കാനായിട്ടുള്ള ഉണ്ട്. അയ്യോ ചേച്ചിയാണല്ലോ കാണുന്നേ. ക്യാമറ തിരിക്കുക. അല്ല തിരിഞ്ഞ. അയ്യോ അത് കഥ അങ്ങനെ വേണ്ട, എനിക്ക് ഇതിന്റെ പുറമൊക്കെ കണ്ടാൽ മതി. ഇങ്ങനെ ചേർത്തങ്ങ് പണിഞ്ഞു വെച്ചല്ലേ, ചേർത്ത് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ അങ്ങനത്തെ തടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അലമാര അവരിങ്ങനെ പണിഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന 2 അലമാര നമുക്ക് തന്നു വിട്ടതാണ്. അതിൽ ഒരെണ്ണം നമ്മൾ നമ്മുടെ മൂത്ത മരുമോടെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ ഒരെണ്ണം കൊണ്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അത് ചക്കിമോക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാനായിട്ടാണ് കേട്ടോ. പൊക്കോ കുഴപ്പമില്ല. അതേലുണ്ടോ? അപ്പോൾ അങ്ങനെ നല്ല അലമാരയാണ്. ഇച്ചിരി പഴക്കം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഒത്തിരി പഴയതായിട്ടുള്ള സാധനങ്ങളൊന്നും ചേച്ചി നമുക്ക് തരില്ല, നല്ല നല്ല സാധനങ്ങളൊക്കെ തരുള്ളൂ. ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും വേണ്ടാന്നായി കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ചതുപോലെ എനിക്ക് തന്നു വിടും. അവിടെ അങ്ങനെ പഴയതൊന്നും ചേച്ചി വെച്ചിരിക്കില്ല, ചേച്ചിക്ക് ഇത് ഇഷ്ടമില്ല. എല്ലാം അവിടെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന വീഡിയോസാണ് അമ്പലത്തിൽ, ശനിയാഴ്ച വൈകിട്ടത്തെ. അപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നതിനകത്ത് നമ്മുടെ 2ാമത്തെ മരുമോളുണ്ട്, നാടൻപാട്ടിൻ്റെയൊക്കെ. അപ്പോൾ അവരവിടെ കെട്ടുകാഴ്ചയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് അവരിങ്ങനെ അവിടെ ഒത്തിരി നേരം ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസ് കളിയിൽ അവളും ഉണ്ട്. അവളതേ ആ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ, അതേ ഡി നിൽക്കുന്നതാണ് അവൾ കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷെ അന്നേരം എനിക്ക് ഇവളുമാർ എൻ്റെ ഫോണിൽ ഇട്ട് തന്നില്ല, അതുകൊണ്ട് എനിക്കതൊന്നും ഇടാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിതിങ്ങനെ കാണുന്നതിനെക്കാട്ടി നല്ലത് ആ പാട്ടൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. എന്നാലും നമുക്ക് ആ ഡാൻസിൻ്റെ ഒരു ഇത് അറിയുള്ളൂ.
പക്ഷേ പാട്ടൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവളുമാർ ഞാനിത് പറഞ്ഞ് വോയിസ് എടുത്തപ്പോൾ എൻ്റെ മൂത്ത മരുമകൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ അലമാരയൊക്കെ കൊണ്ടുവന്ന് വന്നപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ അരിയൊക്കെ അടപ്പത്തിട്ട് കറിക്ക് അരിഞ്ഞടപ്പത്ത് വെച്ചായിരുന്നേ. പിന്നെ നമ്മൾ ചോറും കറിയെല്ലാം എളുപ്പം ശരിയാക്കി. നമ്മുടെ മീനഭരണി സദ്യയാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ചക്കിയൊന്നും വന്നില്ല, ചക്കിയൊക്കെ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞ കാരണത്താൽ ഞാൻ പറഞ്ഞ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ വന്നിരുന്നു. കുഞ്ഞുങ്ങൾ വരുന്നവരെ നോക്കിയില്ല കേട്ടോ. ബാക്കി പിന്നെ മൂത്ത മോനും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അവൻ പണിക്ക് പോയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടാണ് ഇരുന്ന് കഴിച്ചത്. ഞങ്ങൾ ഇലയിൽ തന്നെ കഴിച്ചു കേട്ടോ. ഇലയിലൊക്കെ സദ്യകളും പായസം വെച്ചില്ലായിരുന്നു. പിന്നെ ചക്കിമോടെ അച്ഛനൊക്കെ വന്നപ്പം സേമിയ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം പിന്നെ അമ്പലത്തിൽ പോകാൻ നേരത്തേക്കാണ് നമ്മൾ പായസം വെച്ചത്. അപ്പം ഊണ് കഴിഞ്ഞ പുറമെ പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ തയ്ക്കാൻ. അപ്പോൾ അതൊക്കെ തയ്ച്ചൊക്കെ വെച്ചിട്ട് പിന്നെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അപ്പോൾ ആ സമയത്തേക്ക് മോള് പായസമൊക്കെ വെച്ചത്. എൻ്റെ കൊച്ചുമോന് പരിപ്പ് കറി ഉണ്ടായിട്ട് നിറച്ച് ചോറ് തിന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ അവൻ ചോറ് തിന്നാൻ മടിക്കുന്നവനാണ്. പക്ഷെ എന്തായാലും അവൻ നിറച്ച് കഴിച്ചു. അവൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുകയുള്ളൂ. അവൻ അത്രയും അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ ഇരിക്കത്തില്ല. അവന് പോകുന്നതും വരുന്നതും എല്ലാം അവൻ ഞങ്ങളുടെ കൂടാണ്. അവനതാണ് ഇഷ്ടവും. അപ്പനെ പോലെ ചെറുതിലെ പറ്റ നടന്ന പോലെ ഇപ്പോൾ അവനും പറ്റ നടക്കുക. ആരാടാ മാറി ചിങ്കിളി ചിങ്കിളി എന്തിനാച്ചാ പോയാലും പിന്നെ ഇങ്ങോട്ട് വരുന്നേ? എന്തിനാച്ചാ ഇങ്ങോട്ട് വരുന്നേ? അച്ചാ എന്തിനാച്ചാ വരുന്നേ? ചക്കയുടെ തല വെക്കാൻ എന്താ ഹെൽമെറ്റ്? ചക്കയുടെ തല വെക്കാൻ എന്താ ഹെൽമെറ്റ്? ഈ തക്കിയുടെ തലയിൽ എന്താ വെക്കാഞ്ഞത്? ഒരു ടാറ്റ തന്നേ, ഒരു ടാറ്റ തന്നേ. ഞങ്ങൾ മൂടില്ല. നിങ്ങളൊന്ന് ഫ്രോക്ക് ഇട്ടില്ലേ? നിങ്ങൾ നിക്കറും മിനിയെന്ന്. ഈ കൊച്ചു ഇവിടെ ഉണ്ടോ? ഈ കൊച്ചു ഇവിടെ ഉണ്ടോ? എന്തുവെക്കില്ലേ? അണ്ണാനി പീച്ചിയോ? അണ്ണാനി മാന്തിയോ? കഴിച്ചുകൊണ്ട് എണ്ണിച്ചോളൂ. നിങ്ങൾക്കുള്ളതല്ലേ? നിങ്ങൾ വസ്ത്രാക്ഷേപം തുടങ്ങിയോ? അല്ലെ നിക്കടേ, നിങ്ങൾ വസ്ത്രാക്ഷേപം തുടങ്ങാതെ. അല്ലെ നിങ്ങൾ വസ്ത്രാക്ഷേപം തുടങ്ങാതെ ഇവിടെ നിക്കടേ. ഞങ്ങളൊന്ന് വീഡിയോ പിടിക്കട്ടെ. എന്തുപാട് ഇത്? എന്റെ വെക്കില്ലേ? വെയിൽ താന്നിട്ടൊന്ന് ഇറങ്ങി പോരായിരുന്നു. നമ്മ കാണട്ടെ. പിടിക്കാൻ പറ്റില്ല.
ഞാൻ പൈസ ഇതൊക്കെ എന്നിട്ട് ഞാൻ തന്നെ ചെയ്ത് കേട്ടാ. അയ്യാ എടാ നിന്റെ സ്കെച്ച് പെൻ എന്തിടാ കിച്ചു? ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് അന്ന് ഇവിടെ അല്ലായിരുന്നു വന്ന, അതുകൊണ്ട് ഇവിടെ കാണാൻ ടീച്ചർ പറഞ്ഞ. ഇവിടെ ഉണ്ടോ എന്റെ സ്കെച്ച് പെൻ? പരീക്ഷയ്ക്ക് വേണം. വേറെ മേടിക്കാം. അത് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഒരു കണ്ടു. ബോട്ടില്ലേ? ആ നീളത്തുള്ളതല്ലേ ഇവിടുന്ന് കൊണ്ടുപോയതായിട്ടാണ് എന്റെ ഒരു തോന്നല്. ഇവിടെ ആ കവറിനകത്ത് എടുത്ത് വെച്ച് ആ കെട്ട് വീണ് കിടക്കും അത്. അന്നേരം പൊന്നു ചോദിക്കുകയും ചെയ്തു. ആ കെട്ടായിട്ട് കിടക്കും അത്. എന്ത് ചോദിച്ചേ? പൊന്നു ചോദിച്ചത് എന്തുവാന്നൊക്കെ പറഞ്ഞ കവറിൽ നിന്ന് വെച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുന്ന കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം. ബൈ കൂട്ടുകാരെ.